കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പനെ പലതവണ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചിട്ടുണ്ട്. മരണത്തിന് 8 മാസം മുമ്പെയാണ് കോടിയേരി അവസാനമായി പുഷ്പനെ സന്ദർശിച്ചത്. മരണശേഷം പുഷ്പൻ കോടിയേരിയെ സന്ദർശിച്ച കാഴ്ച അത്യന്തം വികാരഭരിതമായിരുന്നു. സഹനങ്ങളുടെയും സമരങ്ങളുടെയും ആവേശമായിരുന്നു പുഷ്പൻ. കൂത്തുപറമ്പ് പോരാട്ടത്തിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. 3 പതിറ്റാണ്ട് കാലം പാർട്ടി നേതാക്കളുടെ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും തണലിലായിരുന്ന പുഷ്പനെ കണ്ണൂരിലെത്തുന്ന നേതാക്കൾ സന്ദർശിക്കുക എന്നും പതിവാണ്. പുഷ്പന്റെ നിർദ്ദേശങ്ങളും പാർട്ടി നേതാക്കൾ വിലമതിച്ചിരുന്നു. പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മരിക്കുന്നതിന് 8 മാസം മുമ്പാണ് പുഷ്പനെ അങ്ങോട്ട് പോയി സന്ദർശിച്ചത്. 2022 ഒക്ടോബർ 2 ആദ്യമായി പുഷ്പൻ തന്റെ നേതാവിനെ അങ്ങോട്ട് പോയി സന്ദർശിച്ചു. അത്യന്തം വികാരഭരിതമായിരുന്നു ആ കാഴ്ച. തലശ്ശേരി ടൗൺ ഹാളിലെത്തി ചെങ്കൊടി പുതപ്പിച്ച കോടിയേരിയുടെ മൃതദേഹത്തിനരികെ പ്രവർത്തകർ എടുത്തുകൊണ്ടുവന്നപ്പോൾ തലചരിച്ച് പുഷ്പൻ ആ മുഖത്തേക്ക് നോക്കി. 2.5 പതിറ്റാണ്ടിലേറെയായി അവശതയുടെ കിടക്കയിൽ കഴിയുന്ന തനിക്ക് താങ്ങും കരുത്തുമായും എന്നും ഉണ്ടായിരുന്ന പ്രിയ സഖാവിന് ഹൃദയം കൊണ്ട് അന്ത്യാഭിവാദ്യങ്ങൾ നേർന്നു. ഇപ്പോഴിതാ കോടിയേരി ഓർമ്മയായി 2ാം വർഷം പുഷ്പനും നമ്മുടെ മരിക്കാത്ത സമരപുഷ്പമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.